സംസോ എന്താ പാട്? നമുക്ക് പൂളൊന്നുമല്ലോ. പിന്നെ പൂളൊക്കെ നല്ല പൂളന്നെ. നമ്മളെ വല്യമ്മ ബസ്സിൽ കയറിയ കഥ അങ്ങന്ന് പറഞ്ഞ വല്യമ്മ ബസ്സിൽ കയറിയ കഥ എന്ന് പറഞ്ഞാല് വല്യമ്മ കോട്ടക്കന്നേ വളാഞ്ചേരിക്ക് ഉള്ള ബസ്സിൽ വല്യമ്മ കയറി. അങ്ങനെ കോട്ടക്കന്ന് കേറിയപ്പോ തന്നെ വല്യമ്മ അങ്ങനെ പറയുന്നുണ്ട്, കുട്ടിയെ വെട്ടിച്ചറത്തിയാ പറഞ്ഞട്ടാന്ന് നോക്ക കണ്ടക്ടറോട്. പ്രായമുള്ള ആൾക്കാർ പിന്നെ അങ്ങനല്ലേ, പേടിയാണ്. അപ്പൊ കോട്ടക്കന്ന് വളാഞ്ചേരി പോണ ബസ്സാ. അപ്പൊ അങ്ങനെ 3-4 സ്റ്റോപ്പ് ഇങ്ങനെ ചോദിച്ചപ്പോ കണ്ടക്ടർക്ക് ചൂടായി. കണ്ടക്ടർ അത് വലിയ മംഗളൊന്നും ഉണ്ടാതിരിക്കും, വെട്ടിച്ചറത്തും ഞാനാണ് പറയുന്നതായിരുന്നു. ഏതായാലും ചുരുക്കി പറഞ്ഞാല് വെട്ടിച്ചറ എത്തിയപ്പോ കണ്ടക്ടർ ഇത് പറയാൻ മറന്നു. ബസ് വെട്ടിച്ചറം കഴിഞ്ഞ് കഞ്ഞിപ്പുര സ്റ്റോപ്പൊക്കെ എത്തിക്കണം. അപ്പൊ ഈ വല്യമ്മ ചോദിച്ചു, എല്ലാം കുട്ടിയെ വെട്ടിച്ചറ എത്തിയില്ലേന്ന് വെച്ച്. കണ്ടക്ടർ അറിഞ്ഞ വല്യമ്മ വെട്ടിച്ചറൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കാണ്ട് തൽക്കാലാണ്ട് പോയിക്കോളി, കഞ്ഞിപ്പുര എത്തിക്കാൻ തന്നെ. മറ്റുള്ള യാത്രക്കാരൊക്കെ പാടെ ചൂടായി. അതൊന്നും പറഞ്ഞാൽ പറ്റൂല. വല്യമ്മ അവിടെ തന്നെ എന്നോട് പറയുന്നുണ്ട്, വണ്ടി തിരിച്ചിട്ട് വല്യമാനെ വെട്ടിച്ചറ ഇറക്കിയിട്ട് പോയാൽ മതിയാണ്. അങ്ങനെ പിന്നെ ഗത്യന്തരം ഇല്ലാതെ വണ്ടി തിരിച്ച് വെട്ടിച്ചറക്കൊക്കെ തന്നെ വന്നു. വെട്ടിച്ചറ വന്ന് ബസ് നിർത്തിയിട്ട് വല്യമാനെ പറഞ്ഞ വല്യമ്മ ഇറങ്ങിക്കോളി. വല്യമ്മ ഇറങ്ങണില്ല. വല്യമ്മ കോന്തലൊക്കെ അങ്ങനെ കെട്ടയച്ചിട്ട് ഒരു ഗുളിക എടുത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിലൊരു വെള്ളക്കുപ്പി ഉണ്ട്. ആ ഗുളികയും കുടിച്ചിട്ട് വല്യമ്മ പറഞ്ഞു ഇനി വളാഞ്ചേരിക്ക് തന്നെ ഓട്ടേന്നായിരുന്നു. കണ്ടക്ടർ വെച്ച് അവൻ ഇറങ്ങണില്ലാന്ന് വെച്ച് നാട്ടുകാരൊക്കെ അങ്ങനെ അന്തം വിട്ടു ബസ്സിലുള്ളവര്. വല്യം പറഞ്ഞല്ലേ, ഞാൻ ഈ വെട്ടിച്ചറെത്തിയാ പറഞ്ഞെന്ന് ഞാൻ പെരീന്ന് പോരുമ്പോ കുട്ടികള് പറഞ്ഞിരുന്നു വെട്ടിച്ചറെത്തിയ ഈ ഒളിക കുടിച്ചു. അതാണ് വളാഞ്ചേരിക്കാണ്. അപ്പൊ ഈ പെരീന്ന് കയറുമ്പോ കുട്ടികളൊരു ഏകദേശം ടൈം പറഞ്ഞതാണ്. ഏത് വെട്ടിച്ചിറക്കി ബസ് എത്തുമ്പോ ഈ ഗുളിക ഗ്യാസിന്റെ